കേരള സഭ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് പ്രദേശങ്ങളിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് കേരള കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ 100 വീടുകൾ നിർമ്മിച്ചു നൽകും. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടന്ന കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ യോഗത്തിലാണ് തീരുമാനം. കേരള കത്തോലിക്ക സഭയിലെ എല്ലാ രൂപതകളും സന്യാസ സമൂഹങ്ങളും സഭാ സ്ഥാപനങ്ങളും വ്യക്തികളും സംവിധാനങ്ങളും സംയുക്തമായാണ് ദുരന്ത നിവാരണ പദ്ധതിയിൽ പ്രവർത്തിക്കുക. പ്രസിഡന്റ് കർദിനാൾ ബസേലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് ബിഷപ്സ് കൌൺസിൽ പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്ക എന്നിവരുൾപ്പെടെ 36 ബിഷപ്പുമാർ പങ്കെടുത്തു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്ക് വേണ്ടി പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ തൃശൂരിലെ മർത്തമറിയം വലിയ പള്ളിയിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായ പൊതു അന്യത ശുശ്രൂഷയും നടത്തി. ദുരന്തത്തിന് ഇരകളായവരുടെ ഭാവി ജീവിതത്തിന് കൈത്താങ്ങായി പ്രവർത്തിക്കുമെന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ വികാരി റവറൻ KR ഈനാശു കശീശ പറഞ്ഞു. വയനാടിന് സമാനമായ ദുരന്തമാണ് കോഴിക്കോട്ടെ വിലങ്ങാടും സംഭവിച്ചതെന്നും വയനാടിന് നൽകുന്ന അതേ പ്രാധാന്യം വിലങ്ങാടിനും നൽകണമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ഉരുൾപൊട്ടലിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച വിലങ്ങാട് മേഖലയിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ കേരളം ഒരു മനസ്സോടെ പ്രവർത്തിക്കണമെന്നും വിലങ്ങാട് മേഖലയിലേക്ക് സർക്കാരിന്റെ സവിശേഷമായ ശ്രദ്ധ ഉറപ്പാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ, വിലങ്ങാട് ഫൊറോന വികാരി റവറൻ ഡോക്ടർ വിൽസൺ മുട്ടത്തുകുന്നേൽ, മഞ്ഞക്കുന്ന് സെന്റ് അൽഫോൺസ ചർച്ച് വികാരി ഫാദർ ടിൻസ് മറ്റപ്പള്ളിൽ, മിഥുൻ നെല്ലിക്കൽ, അരുൺ ആഞ്ഞിലിത്തോപ്പിൽ എന്നിവർ മാർ ജോസഫ് പാംപ്ലാനിക്കൊപ്പം സംഭവസ്ഥലത്ത് സന്നിഹിതരായിരുന്നു. മേപ്പാടിയിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടലിൽ സർവ്വതും ഉപേക്ഷിച്ച് ജീവന് വേണ്ടി പാഞ്ഞവർക്ക് അഭയകേന്ദ്രമായ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന് പുതിയ മുഖം. ദേവാലയം പാരിഷ് ഹാൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസായി പ്രവർത്തിക്കും. ജാതിമത വ്യത്യാസങ്ങൾക്കപ്പുറം ഹൃദയം തകർന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ച ദേവാലയത്തിന്റെ പാരിഷ് ഹാളിലാണ് വില്ലേജ് ഓഫീസ് സംവിധാനങ്ങളും പഞ്ചായത്ത് തല പ്രവർത്തനങ്ങളും സജ്ജമാക്കിയിരിക്കുന്നത്. സൈന്യത്തിന്റെയും പോലീസിന്റെയും അടക്കമുള്ള വാഹനങ്ങളും പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നതും ദേവാലയത്തിലാണ്. സൈന്യത്തിനുള്ള വിശ്രമ സ്ഥലമായും ദേവാലയ അങ്കണം മാറുന്നു. സഭ നൽകുന്ന കരുതൽ വിശ്വാസത്തിന്റെ ഭാഗമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ചെത്തിപ്പുഴ മേഴ്സി ഹോമിന്റെ സുവർണ ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ റാഫേൽ തട്ടിൽ. സമൂഹത്തിൽ നിന്നും പിന്തള്ളപ്പെട്ടവരെയും അശരണരെയും ഭിന്നശേഷിക്കാരെയും ചേർത്ത് പിടിക്കാൻ നന്മ നിറഞ്ഞ മനുഷ്യരുടെയും സർക്കാരുകളുടെയും പിൻബലത്തോടെയാണ് മേഴ്സി ഹോം പോലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും മാർ തട്ടിൽ കൂട്ടിച്ചേർത്തു. SD സന്യാസിനി സമൂഹം സുപ്പീരിയർ ജനറൽ മദർ ലിസ് ഗ്രേസ് അധ്യക്ഷത വഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP, SD സെന്റ് ജോസഫ് പ്രൊവിൻസ് വികാർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ റീജ SD സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ എഡ്യൂക്കേഷണൽ വിഭാഗം കൌൺസിലർ സിസ്റ്റർ ആനി ജോസ് SD എന്നിവർ പ്രസംഗിച്ചു. കുടിയിറങ്ങണമെന്ന് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് നൽകിയ ചെറുപുഴ പഞ്ചായത്തിലെ ആറാട്ടുകടവ് പ്രദേശം AKCC ഭാരവാഹികൾ സന്ദർശിച്ചു. 11 പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾ ഉൾപ്പെടെ 36 കുടുംബങ്ങൾക്കാണ് ഇവിടെ സ്ഥലമുള്ളത്. 60 വർഷമായി ഇവിടെ താമസിക്കുന്നവരും 25 സെന്റ് മുതൽ 2.5 ഏക്കർ വരെ ഭൂമിയുള്ളവരും കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് AKCC ഭാരവാഹികൾ സ്ഥലത്തെത്തി കർഷകരുമായി ചർച്ച നടത്തിയത്. കേരള കർണാടക സർക്കാരുകൾ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്നും കുടിയിറക്കലിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകണമെന്നും AKCC ഭാരവാഹികൾ പറഞ്ഞു. AKCC അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത്, ചെറുപുഴ ഫൊറോന പ്രസിഡന്റ് സാജു പുത്തൻപുര, ജെയിംസ് ഇമ്മാനുവൽ, ആൻഡോ തെരുവൻകുന്നേൽ എന്നിവർ സന്നിഹിതരായിരുന്നു. സുൽത്താൻപേട്ട രൂപത സന്യാസ സംഗമം സുൽത്താൻപേട്ട് മെത്രാസന മന്ദിരത്തിൽ നടത്തി. സന്യാസിനികൾ ദൈവകരുണയുടെ മുഖമാകേണ്ടവരാണെന്ന് സുൽത്താൻപേട്ട് രൂപത മെത്രാൻ ഡോക്ടർ അന്തോണിസ്വാമി പീറ്റർ അബിയർ CRIയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സന്യാസ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ്. CRI പ്രസിഡന്റ് ഫാദർ ജോസഫ് വേലിക്കകത്ത് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സുൽത്താൻപേട്ട് രൂപത CRIയുടെ നിയുക്ത പ്രസിഡന്റായി ഫാദർ ജോസ് കല്ലുംപുറത്തും, ഫാദർ പ്രേബിൻ, സിസ്റ്റർ പനിമയം, സിസ്റ്റർ കാതറിൻ, ഫാദർ വിൻസെന്റ് എന്നിവർ മറ്റു ഭാരവാഹികളായും തെരഞ്ഞെടുക്കപ്പെട്ടു. വയനാടിന് കൈത്താങ്ങായി തങ്കിപ്പള്ളി. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന് കൈത്താങ്ങായി തങ്കി സെന്റ് മേരീസ് ഫൊറോന പള്ളി. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ നിർദ്ദേശിക്കുന്നിടത്ത് വീട് നിർമ്മിച്ച് നൽകാമെന്നുള്ള സമ്മതപത്രം
കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് ഫൊറോന വികാരി ഫാദർ ജോർജ് എടേഴത്തിന്റെ നേതൃത്വത്തിൽ കൈമാറി. ഫാദർ ലോബോ ലോറൻസ് ചക്രശ്ശേരി, ജോയ്സ് എ കുമ്പക്കാരൻ, ജോസ് ബാബു കോതാട്ട്, ഷാജി മരക്കാശ്ശേരി എന്നിവർ ചേർന്നാണ് സമ്മതപത്രം കൈമാറിയത്. 1000 സ്ക്വയർ മീറ്ററിൽ നിർമ്മിക്കുന്ന വീട്ടിൽ ആവശ്യമായ ഫർണിച്ചറുകളും മറ്റ് വീട്ടുപകരണങ്ങളും നൽകാമെന്നും സമ്മതപത്രത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. വയനാട് നിന്നുള്ള ഒട്ടേറെ തീർത്ഥാടകർ തങ്കിപ്പള്ളിയിൽ സന്ദർശിക്കാൻ എത്താറുള്ളതായി ഇവർ പറഞ്ഞു. സാമൂഹിക പ്രതിബദ്ധതയോടെയും സഹജീവികളോടുള്ള കരുതലോടെയും ജീവിക്കാൻ യുവതലമുറയെ പ്രേരിപ്പിക്കുകയും അത് അവരുടെ ജീവിത ലഹരിയായി മാറ്റുകയുമാണ് ഇന്നിന്റെ ആവശ്യമെന്ന് കുര്യാക്കോസ് മാർ ക്ലീമിസ് വലിയ മെത്രാപ്പൊലീത്ത. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം മുക്തിദിൻ 2024 പത്തനംതിട്ട കാത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യവർജന സമിതി പ്രസിഡന്റ് യുവനാൻ മാർ പോളികാർപ്പസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം മെത്രാപ്പൊലീത്ത മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ വർഗീസ് ജോർജ്, അലക്സ് മണപ്പുറത്ത്, ഡോക്ടർ റോബിൻ പി മാത്യു എന്നിവർ സന്നിഹിതരായിരുന്നു. ആലങ്ങാട് സെന്റ് മേരീസ് പള്ളിയുടെ 725 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങൾക്ക് ഓഗസ്റ്റ് 11 തുടക്കമാകും. 11 ഉച്ചയ്ക്ക് 2:30 പറവൂർ കോട്ടക്കാവ് പള്ളിയിൽ നിന്ന് ആലങ്ങാട് സെന്റ് മേരീസ് പള്ളിയിലേക്ക് ദീപശിഖ പ്രയാണത്തോടെ ആരംഭിക്കുന്ന ചടങ്ങിൽ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ പോൾ ചുള്ളി നേതൃത്വം വഹിക്കും. AD 1300 കാലഘട്ടത്തിൽ രാജകുടുംബത്തിന്റെ സംരക്ഷണയിൽ പണി കഴിപ്പിച്ച പുരാതനമായ പള്ളിയാണ് സെന്റ് മേരീസ് ദേവാലയം. പാലവി ഭാഷയിലുള്ള രേഖയോട് കൂടിയ മാർത്തോമ കുരിശ്, പോർച്ചുഗൽ രാജ്ഞി സമ്മാനിച്ച മണിക്കാസ, മാർ കരിയാറ്റിയുടെ ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്ത കബറിടം, മാതാവിന്റെ തിരുമുടി സൂക്ഷിച്ചിരിക്കുന്ന ദേവാലയം തുടങ്ങിയവയെല്ലാം പള്ളിയുടെ സവിശേഷതയാണ്. 1500ഓളം വിശുദ്ധരുടെ വേഷവിധാനങ്ങളിൽ കുരുന്നുകൾ. മലങ്കര കത്തോലിക്ക സഭയുടെ മാവേലിക്കര ഭദ്രാസന വിശ്വാസ പരിശീലന കാര്യാലയം സംഘടിപ്പിച്ച വിശ്വാസ പരിശീലന പരിപാലന ദിനത്തിലായിരുന്നു കുഞ്ഞുങ്ങളുടെ ദൃശ്യാവിഷ്കാരം. വിശുദ്ധരായി ജീവിക്കാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നാമും വിശുദ്ധർ എന്ന പരിപാടിയുടെ ഭാഗമായിരുന്നു ഈ ദൃശ്യാവിഷ്കാരം. 96 ഇടവകകളിൽ നിന്നും വികാരിയച്ഛന്മാർ, സിസ്റ്റേഴ്സ്, പ്രധാന അധ്യാപകർ വളരെ പ്രധാനമായി 1500 കുഞ്ഞുങ്ങൾ വിവിധ വിശുദ്ധരായി വേഷവിധാനം നടത്തി പരിപാടിയിൽ പങ്കാളികളായി. മാന്നാമംഗലം സെന്റ് ജോൺ മരിയ വിയാനി പള്ളിയിലേക്ക് പദയാത്ര നടത്തി. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളിനോടനുബന്ധിച്ചാണ് പദയാത്ര നടത്തിയത്. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ച പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് വികാരി ഫാദർ ജോർജ് പനക്കൽ, ഫൊറോന കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണുകാടനും ഫൊറോന കൌൺസിൽ മെമ്പർ സണ്ണി കൊല്ലുകാരനും പേപ്പൽ പതാക കൈമാറി നിർവഹിച്ചു. മാന്നാമംഗലം പള്ളിയിൽ നടന്ന സമാപന ചടങ്ങിൽ തൃശൂർ അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ സമാപന ആശീർവാദം നിർവഹിച്ചു. കോട്ടയം അതിരൂപതയിലെ ഇടവകകളിൽ പാരിഷ് കൌൺസിൽ അംഗങ്ങൾക്കായി പിറവം ഫൊറോനയിൽ പരിശീലനം നടത്തി. പിറവം ഹോളി കിങ്സ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ഫൊറോനയിലെ എല്ലാ ഇടവകകളിലെയും പാരിഷ് കൌൺസിൽ അംഗങ്ങളുടെ സംയുക്ത കൂട്ടായ്മ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. പിറവം ഫൊറോന വികാരി ഫാദർ തോമസ് പ്രാലയിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ അതിരൂപത ചാൻസലർ ഫാദർ തോമസ് ആദോപിള്ളിൽ, അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, ജോസ് കിഴക്കേൽ, പാസ്റ്റർ കൌൺസിൽ അംഗം ജെയിൻ മാത്യു പെരുമ്പളത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെയും മാർത്തോമാ സഭയുടെയും പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പെരുമ്പാവൂർ കീഴിലം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. ശതാബ്ദിയിൽ എത്തിയ സ്കൂളിനെ നയിച്ച അധ്യാപകരെയും മാനേജ്മെന്റിനെയും ഗവർണർ പ്രത്യേകം അഭിനന്ദിച്ചു. മാർത്തോമ മെത്രാപ്പൊലീത്ത ഡോക്ടർ സക്കറിയാസ് മാർ അഫ്രൈം എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൽദോസ് കുന്നപ്പള്ളി MLA, ആഘോഷ കമ്മിറ്റി ചെയർമാൻ റവറൻ സൈമൺ കുര്യൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ തോമസ് കെ പോൾ, പ്രിൻസിപ്പൽ G ബിജു, പ്രധാനാധ്യാപിക മിനി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മാർസ്ലീവ പള്ളി പിതൃവേദി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയനാട് ദുരിതബാധിതർക്കു വേണ്ടി പ്രാർത്ഥനാ ദിനം ആചരിച്ചു. യൂണിറ്റ് അംഗങ്ങൾ ഒന്നുചേർന്ന് തിരിതെളിച്ച് ജപമാല ചൊല്ലുകയും മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഐക്യദാർഢ്യ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്ത യോഗത്തിൽ പാലാ രൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ധനസമാഹരണം നടത്തുകയും ചെയ്തു. വികാരി ഫാദർ ജോസഫ് മണ്ണനാൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് മാത്തിപ്പറമ്പിൽ, പ്രസിഡന്റ് സജി നാഗുമറ്റത്തിൽ, വൈസ് പ്രസിഡന്റ് ഡൈനോ ഇഞ്ചിക്കാലയിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 4-ന് ഏറ്റുമാനൂർ സെന്റ് ജോസഫ് ജ്ഞാനായ പള്ളിയിൽ രാവിലെ പരിശുദ്ധ കുർബാനയിൽ ഇടവകയിലെ അംഗങ്ങളായ വൈദികരെയും ഇടവകയിൽ സേവനം ചെയ്ത വൈദികരെയും അനുസ്മരിച്ച് പ്രാർത്ഥിക്കുകയും കുർബാനയ്ക്ക് ശേഷം ഇടവകകാരി ഫാദർ ലൂക്ക് കരിമ്പിലിനെ ഇടവക സമൂഹം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിക്കുകയും മധുരം പങ്കുവയ്ക്കുകയും ചെയ്തു. വയനാട് ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും തദവസരത്തിൽ നിർവഹിച്ചു. തിരുനാൾ ആഘോഷം വിശ്വാസ ജീവിതത്തിന്റെ പ്രഘോഷണമാണെന്ന് നെയ്യാറ്റിൻകര രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജി ക്രിസ്തുദാസ്. വ്ളാത്തങ്കര സ്വർഗാരോപിത മാതാ ദേവാലയത്തിലെ മരിയൻ തീർത്ഥാടനത്തിന്റെ ആദ്യ നാളായ ഇന്നലെ നടന്ന ആഘോഷമായ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുനാൾ ദിനങ്ങളിൽ വൈകുന്നേരം ജപമാല, ലിറ്റിനി, നവനാൾ, ദിവ്യകാരുണ്യ ആരാധന, ആഘോഷമായ ദിവ്യബലി എന്നിവ നടക്കും. തിരുനാൾ മഹോത്സവ ദിനമായ ഓഗസ്റ്റ് 15-ന് രാവിലെ 10-ന് ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് നെയ്യാറ്റിൻകര രൂപത മെത്രാൻ ഡോക്ടർ വിൻസെന്റ് സാമുവൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ആശീർവാദവും ദേവാലയത്തിന് ചുറ്റും തിരുസ്വരൂപ പ്രദക്ഷിണവും നടത്തും. തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള TSS പൊട്ടംപ്ലാവ് ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗം പൊട്ടംപ്ലാവ് സെന്റ് ജോസഫ്സ് പാരിഷ് ഹാളിൽ TSS തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ജോഷി കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ ബിപിൻ ആനാചാര്യൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ആൻസി സജീവ് ഐക്കരയിൽ ആമുഖ പ്രഭാഷണം നടത്തി. സെക്രട്ടറി മിനി മണക്കാട്ട് ട്രസ്റ്റ് വാർഷിക റിപ്പോർട്ടും സിന്ധു പാറേക്കാട്ടിൽ മഹിളാ സേവാ സംഘം റിപ്പോർട്ടും അവതരിപ്പിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി നിർമ്മല ബിനോയ്, യൂണിറ്റ് ആനിമേറ്റർ സിസ്റ്റർ ലീമ റോസ്, റാണി മറ്റത്തിൽ, റജി പുളിക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. KCYM പ്രസ്ഥാനത്തിന്റെ പരമാധികാര സഭയായ സെനറ്റിന്റെ 46ാമത് അർദ്ധവാർഷിക സമ്മേളനത്തിന് അരങ്ങൊരുങ്ങുന്നു. ആലുവയിൽ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ ആതിഥേയത്വത്തിൽ 32 രൂപതകളിലെയും യുവ നേതാക്കൾ ഒന്നിച്ചുകൂടുന്ന സമ്മേളനം ഓഗസ്റ്റ് 16, 17, 18 ആലുവ ചുങ്കവേലി നിവേദിത പാസസ് സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കും. ലൂർദ് പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 19ാമത് ലൂർദിയൻ ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ ഫിലിപ്പ് നെൽപൂരപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഫാദർ തോമസ് പാറത്താനം, S. ഗോപകുമാർ, ആൻസ ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാനത്തെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ടൂർണമെന്റിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്നു. UAEയിൽ ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിൽ മലയാളി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന് ആരംഭം കുറിച്ചു. ഇടവ വികാരി ഫാദർ സവാരി മുത്തു, സഹകാർമ്മികരായ ഫാദർ ജോസ്, ഫാദർ റജി, ഫാദർ വിനോദ്, ഫാദർ ജോൺ എന്നിവരുടെയും നേതൃത്വത്തിൽ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് കൊടിയേറി. തുടർന്നുള്ള 9 ദിവസങ്ങളിൽ പ്രാർത്ഥനാ നിർഭരമായ നൊവേനയും 14-ാം തീയതി വൈകുന്നേരം 8 മണിക്ക് സഹായന പ്രാർത്ഥനയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. 15-ാം തീയതി വൈകുന്നേരം 8 മണിക്ക് ബഹുമാനപ്പെട്ട ഫാദർ ഡൈനിഷ് ആന്റണി അച്ഛന്റെ നേതൃത്വത്തിൽ ആഘോഷമായ തിരുനാൾ ദിവ്യബലിയോട് കൂടി തിരുനാൾ സമാപനം കുറിക്കും. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.